ഷിരൂരിൽ ഗംഗാവാലി പുഴയിൽ നിന്ന് അർജുൻ്റെ ലോറി കണ്ടെത്തി. ലോറി പുഴയിൽ നിന്ന് ഡ്രഡ്ജർ വഴി ഉയർത്തി. ക്യാബിനുള്ളിൽ നിന്ന് അർജുൻ്റെ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ പുറത്തെടുത്തു. ലോറി തൻ്റേത് തന്നെയെന്ന് സ്ഥിരീകരിച്ച് മനാഫ്. ട്രക്ക് കണ്ടെത്തിയത് 72 ദിവസങ്ങൾക്ക് ശേഷമാണെന്ന്. ഏകദേശം 1 മണിക്കൂർ മുൻപാണ് ഡ്രഡ്ജറിൽ നിന്ന് ക്രെയിൻ ഉപയോഗിച്ച് ലോറിയുടെ ഭാഗങ്ങൾ പുറത്തേക്ക് എടുത്തത്. ലോറിയുടെ ഭാഗങ്ങൾ കണ്ട മനാഫ് ഇത് തൻ്റെ ലോറിയാണെന്ന് സ്ഥിരീകരിച്ചു. ലോറിയുടെ ക്യാബിനുള്ളിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തു. അത് ഡെങ്കി ബോട്ടിലേക്ക് മാറ്റി കരയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. തൻ്റെ ലോറിയുടേതാണ് എന്ന് മനാഫ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അതിനുള്ളിലുണ്ടായിരുന്ന മൃതദേഹം അർജുൻ്റേത് തന്നെയായിരിക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ്. എങ്കിലും DNA പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇത് അർജുൻ്റേത് തന്നെയെന്ന സ്ഥിരീകരണം ഉണ്ടാവുക. ഏതാണ്ട് 72 ദിവസത്തിന് ശേഷമാണ് ഈ അപകടമുണ്ടായി. 72 ദിവസത്തിന് ശേഷമാണ് ലോറി കണ്ടെത്താൻ കഴിഞ്ഞത്. ജൂലൈ 16-നാണ് ഈ ലോറി അപകടത്തിൽ പെടുന്നത്. ഷിരൂരിലുണ്ടായ അതിശക്തമായ വെള്ളപ്പാച്ചിലിൽ, ഉരുൾപൊട്ടലിൽ ലോറിയും ഗംഗാവലി പുഴയിലേക്ക് ഒഴിച്ചുപോയി എന്നുള്ളതാണ്. അന്ന് അപകടമുണ്ടായ അന്ന് ജൂലൈ 16. അതിനുശേഷം 4 ദിവസത്തിന് ശേഷം ഈ വാർത്ത പുറം ലോകമറിയുന്നു. പിന്നീട് കേരളം ഒരേ മനസ്സോടുകൂടി ഷിരൂരിൽ തിരച്ചിലിനായി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സിജു കണ്ണൻ ചേരുന്നു. സിജു, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ? ഷമി, നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അർജുൻ്റെ ട്രക്ക് ഗംഗാവാലി പുഴയുടെ ആഴങ്ങളിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതിനകത്ത് ഉറങ്ങുകയായിരുന്നു, അപകടം നടക്കുമ്പോൾ ഉറങ്ങുകയായിരുന്ന അർജുൻ്റെ മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നു. ഏറെ നാളുകളായി 71 ദിവസമായി കേരളത്തിൽ മലയാളികൾ ഒന്നടങ്കം ചോദിച്ച ചോദ്യമാണ് അർജുൻ എവിടെ, അർജുൻ സഞ്ചരിച്ചിരുന്ന ട്രക്ക് എവിടെ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ. ആ ചോദ്യത്തിനാണ് ഇപ്പോൾ ഇന്ന് ഉത്തരമായിരിക്കുന്നത്. വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് ഇപ്പോൾ ആ ട്രക്ക് പുറത്തേക്ക് ഉയർത്തിയത്. അർജുൻ സഞ്ചരിച്ചിരുന്ന ട്രക്കാണെന്ന് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇന്ന് 11:30 ഈ CP2 എന്ന് നേരത്തെ ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ അടയാളപ്പെടുത്തിയ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ ഇവിടെ ട്രക്കിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത്. തുടർന്ന് ആ ട്രക്കിലേക്ക് ആദ്യം കയർ ബന്ധിക്കുകയും പിന്നീട് ഈ ഡ്രഡ്ജറിനകത്തെ ക്രെയിനിൻ്റെ റോപ്പുകൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുകയും ചെയ്തു. 3 മണിക്ക് ശേഷം ഇപ്പോൾ ഒന്നുകൂടി ദൃശ്യങ്ങളിൽ കാണാം. നമ്മൾ നേരത്തെ ഉയർത്തിയ ട്രക്കിൽ നിന്ന് അർജുൻ്റെ മൃതദേഹം പുറത്തെടുത്ത ശേഷം അത് വീണ്ടും താഴ്ത്തിയിരുന്നു. അത് കരയിലേക്ക് എത്തിക്കുന്നതിന് ചെറിയ പ്രതിസന്ധികളുണ്ട്. അപ്പോൾ അത് ഡ്രഡ്ജർ കുറച്ചുകൂടി താഴേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ അതൊന്നുകൂടി ഉയർത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ആ അർജുൻ്റെ ട്രക്കിനകത്ത് നിന്ന് മൃതദേഹം കണ്ടെത്തി. ഇപ്പോൾ തുടർ നടപടികൾക്കായി അത് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ജൂലൈ 16 രാവിലെയാണ് അതീവ ദാരുണമായ മലയാളികളെ ഒന്നടങ്കം വേദനിപ്പിച്ച ദുരന്തമുണ്ടായത്. ഈ ഷിരൂരിൽ ഈ ദേശീയപാതയ്ക്കരികിൽ ഈ കുന്നിന് താഴെ വാഹനം നിർത്തിയിട്ട് വിശ്രമിക്കുകയായിരുന്നു അർജുൻ. അതിനിടെയാണ് മണ്ണിടിച്ചിലുണ്ടാകുന്നത്. ആ മണ്ണിടിച്ചിലിൽ വാഹനം ഒന്നടങ്കം ആ പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. പിന്നീട് അർജുനെ ജീവനോടെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടന്നു. പക്ഷേ ആ ശ്രമങ്ങളെല്ലാം തന്നെ ഓരോ ഘട്ടങ്ങളിലും വലിയ പ്രതിസന്ധികൾ നേരിട്ടു. ആദ്യഘട്ടങ്ങളിൽ ഈ അപകടം നടന്നതുപോലും കേരളം അറിയാത്ത ഒരു സാഹചര്യമുണ്ടായി. ഘട്ടത്തിൽ ഈ അപകടം നടന്നതുപോലും അറിയാതെ 4-ാം ദിവസമാണ് കേരളത്തിൽ ഇങ്ങനെയൊരു അപകടം നടന്നതായി തന്നെ അറിയുന്നത്. പിന്നീട് സംസ്ഥാന സർക്കാർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ മന്ത്രിമാരെല്ലാം തന്നെ ഒന്നടങ്കം ഇടപെട്ടുകൊണ്ട് കേരളം ഒന്നാകെ ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തിയ ഇടപെടലിൻ്റെ ഭാഗമായാണ് പിന്നീട് തിരച്ചിൽ കൂടുതൽ ഊർജിതമാക്കിയത്, കാര്യക്ഷമമാക്കിയത്. അതിനിടയിൽ പല ഘട്ടങ്ങളിലും പല തടസ്സങ്ങളും ഉണ്ടായി. പല പ്രശ്നങ്ങളും, വിമർശന വിധേയമായ പല കാര്യങ്ങളുമുണ്ട്. നിഷ്ക്രിയത്വം, അതോടൊപ്പം തന്നെ നിസ്സംഗഭാവം എല്ലാം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പല ഘട്ടത്തിലും ഞാൻ പറഞ്ഞതാണ്. രക്ഷാപ്രവർത്തനത്തിലുണ്ടായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം തന്നെ കണ്ടതാണ്. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും അർജുന് വേണ്ടിയുള്ള മുറവിളി കേരളത്തിൽ നിന്ന് ഉയർന്നുകൊണ്ടിരുന്നു. സർക്കാർ MLA-മാരെ, ജനപ്രതിനിധികളെ എല്ലാം തന്നെ ആ ഭാഗത്തേക്ക് അയച്ചുകൊണ്ട് ഈ സ്ഥലത്ത് നിരന്തരം തുടർച്ചയായി ഓരോ മണ്ഡലങ്ങളിൽ നിന്നുള്ള MLA-മാരെയും ഇവിടെ എത്തിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ചുമതല നൽകി നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഓരോ ഘട്ടത്തിലും ആദ്യഘട്ടത്തിൽ തെരച്ചിൽ നടത്തി, പിന്നീട് നിർത്തിവെച്ചു. പിന്നീട് കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഐബോർഡ് ഡ്രോൺ, അതോടൊപ്പം തന്നെ GPS പരിശോധനാ സംവിധാനം, നാവികസേനയുടെ സംവിധാനം,
കാരണം CMDRFിൻ്റെ ക്ഷമിക്കണം SDRF അതോടൊപ്പം തന്നെ NDRF സംഘങ്ങൾ അതോടൊപ്പം തന്നെ സൈന്യം കാർവാറിൽ നിന്നുള്ള സൈന്യത്തിൻ്റെ സംഘം എല്ലാം തന്നെ എത്തിക്കൊണ്ട് വിശദമായ പരിശോധനകൾ നടത്തി. ഓരോ ഘട്ടത്തിൽ തിരച്ചിൽ നിർത്തുമ്പോഴും വലിയ സമ്മർദ്ദമാണ് കേരളത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. പിന്നീട് രണ്ടാം ഘട്ട ദൗത്യം തുടങ്ങി. രണ്ടാം ഘട്ട ദൗത്യത്തിലും ലോറിയെക്കുറിച്ചോ അർജുനെക്കുറിച്ചോ വിവരമൊന്നും ലഭിച്ചില്ല. പിന്നീട് ഓഗസ്റ്റ് 16-നാണ് രണ്ടാം ഘട്ട ദൗത്യം അവസാനിക്കുന്നത്. ഈ രണ്ടാം ഘട്ട ദൗത്യം അവസാനിപ്പിച്ചപ്പോഴും പിന്നീട് ഡ്രഡ്ജർ ഗോവയിൽ നിന്ന് എത്തിച്ചുകൊണ്ട് പരിശോധന തുടരുമെന്ന ഒരു വാക്ക് നൽകിയാണ് രണ്ടാം ഘട്ട ദൗത്യം നിർത്തിയത്. പക്ഷേ 1 മാസവും 4 ദിവസവും എടുത്താണ് ഇവിടെ ഷിരൂരിലേക്ക് ഡ്രഡ്ജർ എത്തിക്കാൻ കഴിഞ്ഞത്. ആദ്യഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. പിന്നീട് കേരള സർക്കാർ വലിയ സമ്മർദ്ദം ചെലുത്തി. ഈ അർജുൻ്റെ കുടുംബാംഗങ്ങൾ നേരിട്ട് അവിടെ എത്തി. അർജുൻ്റെ സഹോദരി ഭർത്താവ് നേരിട്ട് ബംഗളൂരുവിലെത്തി സിദ്ധരാമയ്യയെ നേരിട്ട് കണ്ടുകൊണ്ട് തങ്ങളുടെ ആവശ്യം, അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയണമെന്ന തങ്ങളുടെ ആവശ്യം അറിയിക്കുകയായിരുന്നു. അതിനുശേഷം 1 മാസം പിന്നിട്ടപ്പോഴാണ് ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ച പരിശോധന തുടങ്ങിയത്. 6 ദിവസം മുമ്പാണ് ഇവിടെ ഷിരൂരിലേക്ക് കാർവാർ വഴി ഈ ഡ്രഡ്ജർ എത്തിക്കാൻ കഴിഞ്ഞത്. ആദ്യഘട്ടങ്ങളിലെ പരിശോധനകളെല്ലാം തന്നെ വലിയ നിരാശയുണ്ടാക്കുന്നതായിരുന്നു. കാരണം അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ വിവരങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നതല്ലാതെ, അതിൻ്റെ എഞ്ചിൻ ഭാഗം അതോടൊപ്പം തന്നെ ടയർ ഭാഗം ഉൾപ്പെടെ ലഭിക്കുന്നതല്ലാതെ മറ്റൊന്നും നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന അർജുനെ കുറിച്ചുള്ള വിവരങ്ങൾ